റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകൾ കൂടാതെ കുറെ മലക്കുകൾ മയ്യത്തിന്റെ അല്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന മനുഷ്യന്റെയും അയാൾ മരിച്ചതിന് ശേഷമൊക്കെ മനുഷ്യന്റെ രീതിയിൽ വരുന്നുണ്ട്. റൂഹ് പിടിക്കാൻ വരുന്ന മലക്കുകളുണ്ട്. കിതാബുകളിൽ അത് അസ്റായിൽ അലൈഹി സ്വലാത്തു വസ്സലാം കൂടാതെ 500 മലക്കുകളുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. മനുഷ്യ ശരീരത്തിൽ നിന്ന് മഹാന്മാരായ മലക്കുകൾ റൂഹിനെ പിടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് ആ മനുഷ്യന്റെ ശരീരത്തിലുണ്ടായിരുന്ന ബഹുമാനപ്പെട്ട റഖീബ് അതീദ് അലൈഹിമുസ്സലാം എന്ന 2 മലക്കുകൾ ആ മയ്യത്തിനോട് പറയുന്നു, മയ്യത്ത് നല്ലവനാണെങ്കിൽ അല്ലാഹുവിനെ പേടിച്ച് നിസ്കാരം പോലാത്ത നിർബന്ധമായ കാര്യങ്ങൾ ചെയ്ത് വിശ്വാസാചാര കർമ്മ ചരിത്ര ആശയങ്ങളിലെല്ലാം നല്ല നിലക്ക് ജീവിച്ചവനാണെങ്കിൽ മലക്കുകൾ പറയുന്നു, മനുഷ്യ നീ ഒരു പേടിയും പേടിക്കണ്ട, ഞങ്ങൾ എൻ്റെ കൂടെ ആയിട്ട് കുറേ വർഷങ്ങളായി. അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും വരേണ്ടതായിരുന്നു, പക്ഷേ അല്ലാഹുവിന് ഇഷ്ടമുള്ളത് മാത്രമാണ് എൻ്റെ ജീവിതത്തിൽ വന്നത്. അതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ സന്തോഷിച്ചു പോയി. അതുകൊണ്ട് ഇനി ഒരു പേടിയും പേടിക്കണ്ട, മരണം മുതൽ അങ്ങോട്ട് ഞങ്ങൾ നിന്റെ കൂടെയുണ്ടാകും. അവർ മുതൽ അങ്ങോട്ട് ഒരു പേടിയും നീ പേടിക്കേണ്ട ആവശ്യമില്ല. വല്ലാത്ത സന്തോഷമായിരുന്നു എൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ ജീവിതം. നല്ല കാര്യങ്ങൾ നീ ചെയ്യുമ്പോൾ വല്ലാത്തൊരു സന്തോഷവും ആനന്ദവുമായിരുന്നു. ഈ ചീത്ത കാര്യമൊന്നും ചെയ്തില്ലല്ലോ, അതുകൊണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മഹാന്മാരായ റഖീബ് അതീദ് എന്ന മലക്കുകൾ ഈ നല്ല മനുഷ്യനെ സമാധാനിപ്പിക്കുന്നു. നേരെ മറിച്ച് ഈ മനുഷ്യൻ മോശക്കാരനാണെങ്കിൽ വളരെ ഭീകരമായ രൂപത്തിൽ റഖീബ് അതീദ് എന്ന 2 മലക്കുകൾ പറയുന്നു, ഓ മനുഷ്യൻ, എനിക്ക് നാശം, നിന്റെ കൂടെ കുറെ കാലമായി ഞങ്ങൾ ജീവിക്കുന്നു, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ജീവിതമായിരുന്നു എൻ്റെ ജീവിതം, അതുകൊണ്ട് നിനക്ക് ഭയാനകമായ ശിക്ഷകൾ വരാനിരിക്കുന്നു. നിന്റെ ജീവിതം അങ്ങനെ ആയതുകൊണ്ട് ഞങ്ങളിൽ നിന്ന് ഒരു സഹായവും നിനക്കുണ്ടാവുകയില്ല, ഭയാനകമായ നരകവും അതോടൊപ്പമുള്ള ശിക്ഷയുമാണ് നിന്നെ കാത്തിരിക്കുന്നത് എന്ന് പറയുന്നതോടൊപ്പം അവർ പറയുന്നു, അത്ര വിഷമമായിരുന്നു എൻ്റെ കൂടെ ജീവിക്കാൻ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. നിന്റെ വിശ്വാസം മോശമായിരുന്നു, നിന്റെ പ്രവർത്തനം മോശമായിരുന്നു, നിന്റെ കൂടെ ജീവിച്ച ഞങ്ങൾക്ക് വളരെ വിഷമമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് നിനക്ക് വലിയ നാശമുണ്ടാകും, നിന്നെ സഹായിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല, നിനക്കെതിരെ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഞങ്ങൾ പറയും എന്ന് പറഞ്ഞ് ഈ മോശപ്പെട്ട മനുഷ്യനെ പേടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണെങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.